ഏതൊരു നീറ്റ് വിദ്യാർത്ഥിയും അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനാണ് ഉണ്ടാവുക അല്ലേ? ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ പഠനം വളരെ എഫക്റ്റീവ് ആക്കാനും പ്രൊഡക്റ്റീവ് ആക്കാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ആ കാര്യങ്ങളോട് പോകുന്നതിന് മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മറന്നുപോയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ തലച്ചോറ് എന്ന് പറയുന്ന സാധനം ഒരു മെഷീനെ പോലെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്, ഒരു കാര്യം കേട്ടപാടെ അത് കംപ്ലീറ്റ്ലി മനസ്സിലാവണമെന്നും ആ മനസ്സിലാക്കിയ കാര്യം തൊട്ടടുത്ത ദിവസം പെന്നിൻ്റെ അറ്റത്ത് വരണമെന്നും ഇനി ഇങ്ങനെയൊക്കെ പഠിച്ച കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല എന്നുമാണ് പല കുട്ടികളും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത്. മക്കളെ, നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ? ഈ ഒരു സാധനം, ഒരു ഡാറ്റ കിട്ടിയത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കിയത് പ്രാക്ടിക്കലാക്കാൻ കുറച്ച് സമയം എടുക്കും. ഇനി ഇങ്ങനെയൊക്കെ പ്രാക്ടിക്കലാക്കിയ കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോവുകയും ചെയ്യും. സോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ എഫക്റ്റീവായിട്ട് ആഴത്തിൽ ഈ സാധനം നമ്മൾ ഓർമ്മയിൽ പതിപ്പിക്കാം, അല്ലെങ്കിൽ ഈ മറവി എന്നുള്ള പ്രോസസ്സ് എങ്ങനെ ഡിലേ ചെയ്യാം എന്നാണ് ഏതൊരു വിദ്യാർത്ഥിയും ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. സോ ഇതിനെ നിങ്ങളെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് മക്കളെ, ബൾബ് ബുക്ക് അഥവാ മിസ്റ്റേക്ക് ബുക്ക്. ഞാൻ ഇതിനെ ബൾബ് ബുക്ക് എന്നാണ് വിളിക്കാറ്. മക്കൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു ജൂൺ ജൂലൈ സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ മോഷൻ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ആ പാഠവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് മക്കൾ ചെയ്തല്ലോ. ഈ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിരുന്നോ? ഇല്ല. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സൊല്യൂഷൻ നോക്കിയ സമയത്താണ് നമുക്ക് കത്തിയത് അല്ലേ? നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു സാധനം ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൾബുകൾ നമുക്ക് കത്തിയിരുന്നു. മക്കൾ, ആ കത്തി ഒരുപാട് കാര്യങ്ങൾ, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഓർമ്മയുണ്ടോ? ഇല്ല. പകുതിയിലേറെ ഹാവിയായി പോയി അല്ലേ? മറിച്ച് ആ കത്തിയ സമയത്ത് നമ്മളത് എഴുതിയിരുന്നെങ്കിൽ, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് എഴുതിയിരുന്നെങ്കിൽ, അത് ഡെയിലി അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ നമ്മൾ മറിച്ച് നോക്കിയിരുന്നെങ്കിൽ ആ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ സോളിഡായിട്ട് ഉണ്ടാവുമായിരുന്നു അല്ലേ? സോ ആ ബൾബ് ബുക്ക് ഉണ്ടാക്കൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കിയില്ലല്ലോ ഇതൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല. മക്കളെ, ഇനി മുതൽ ഈ റിവിഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇനി മുതൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ആ ബൾബ് ബുക്ക് വളരെ പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക. ഓരോ സമയത്തും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ബൾബ് ബുക്ക് സൈഡിൽ വെക്കുക. എന്നിട്ട് കത്തുന്ന ബൾബ് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്ന രീതിയിൽ അതിൽ എഴുതി പിടിപ്പിക്കുക. വൺസ് ഇൻ എ വൈൽ ഈ സാധനം എന്ത് ചെയ്യുക, മറിച്ച് നോക്കുക. വളരെ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു വർക്കാണ്. നിങ്ങളുടെ മാർക്ക് ഭയങ്കര രീതിയിൽ ക്രമാതീതമായിട്ട് കൂടാൻ ഈ ഒറ്റ കാര്യം മതി എന്നതാണ്. ഇതാണ് ഞാൻ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പറയുന്ന ടിപ്പ്. മക്കൾ, ഇനി രണ്ടാമതായിട്ട് ഫോർമുല ബുക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ സാർ ഞാൻ ഉണ്ടാക്കിയതാണ്. മക്കൾ, ഉണ്ടാക്കിയാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സാധനം ഉണ്ടാക്കുക നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇനി ഓൾറെഡി ഉണ്ടാക്കിയ മക്കളാണെങ്കിൽ മക്കൾ ഇത് നമ്മൾ ഇടയ്ക്ക് മറിച്ച് നോക്കണം. ഇനി മറിച്ച് നോക്കുന്ന മക്കളാണെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, നമുക്ക് അത്രയേറെ തറുവായിട്ടുള്ള ഇക്വേഷൻ സോർട്ട് ആവും നമ്മൾ കണ്ടു പോകുന്നുണ്ടാവുക. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ v=u+at ഇക്വേഷൻ നമുക്ക് നല്ലവണ്ണം ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ഇക്വേഷൻ അല്ലേ? നമ്മളിപ്പോൾ ഫോർമുല ബുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡ് ഫസ്റ്റ് കണ്ടല്ലേ നമ്മൾ കണ്ണും കൊട്ടാവും പോകുന്നുണ്ടാവുക. ആ v=u+at എന്ന ഇക്വേഷൻ കൊട്ടാവും പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻ്റയർ ഫോക്കസ് വരുന്നുണ്ടാവുക നമുക്ക് അറിയുന്ന ഇക്വേഷനോട്ട് തന്നെ ആയിരിക്കും അല്ലേ? പലപ്പോഴും അറിയാത്ത ഇക്വേഷൻ നമ്മൾ കണ്ണു പോകാറില്ല. അതുകൊണ്ട് തന്നെ എക്സാം സമയത്ത് ഇത് നമുക്ക് ഓർമ്മ ഉണ്ടാവാറില്ല. സോ ഇനി നിങ്ങളെൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കണം. ഈ റിവൈസ്ഡ് ആയിട്ടുള്ള ഫോർമുല ബുക്കിൽ നമ്മൾ മറന്നു പോകുന്ന, നമുക്ക് അത്ര കണ്ട് ഒരു പരിചിതമല്ലാത്ത ഇക്വേഷൻസ് വേണം എഴുതാൻ. ഇത് വേണം നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ, കൂടുതൽ എംഫസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്യാൻ. ഇതാണ് സ്മാർട്ട് വർക്കായിട്ട് ഈ മറവിനെ ഡിലേ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എൻ്റെ മക്കൾ ഇപ്പം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മക്കൾ, നിങ്ങൾ ഏതൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ, ഇപ്പോൾ DNA പഠിക്കുന്ന കുട്ടീനായിക്കോട്ടെ, മക്കൾ നമ്മൾ ഇനിയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറേ കൺസെപ്റ്റ്സ് ഇങ്ങനെ ആടി പഠിക്കുന്നതിലുപരി ക്വസ്റ്റ്യൻസിലൂടെയാണ് കാര്യങ്ങൾ നമ്മൾ ഇനി സെറ്റ് ആക്കേണ്ടത്. അത്രയേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ തന്നെ നമ്മൾ അതാത് സ്ഥാപനത്തിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതിനെക്കാട്ടി ഒരു പടി മേലെ നിങ്ങൾ എഫേർട്ട് കൊടുക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ടാണ്. അത്രയേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ മക്കളെ എല്ലാ പാഠത്തിൽ നിന്നും കണ്ടിരിക്കണം. മെയ് 3-ാം തീയതി വരുന്ന എക്സാമിന് മുമ്പ് നമ്മൾ എൻ്റയർ സിലബസിലുള്ള കഴിഞ്ഞൊരു 20-30 കൊല്ലം ചോദിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഹോളിലോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ്. സോ മക്കളെ, ഇനി വരുന്ന ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മൾ മാർക്കുകളാക്കി മാറ്റുക. അത്രയേറെ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മക്കൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ സമയം കഴിഞ്ഞു പോയി, എൻ്റെ ഒരു കൊല്ലം കളഞ്ഞു പോയി, ഇനി എൻ്റെ കയ്യിൽ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് ദയവ് ചെയ്ത് കരുതരുത്. അത്രയധികം പ്ലെൻറ്റി സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. സോ അതിശക്തമായിട്ട് എൻ്റെ കുട്ടികൾ ഓരോരുത്തരും പഠിക്കുക. സോ കീപ് ലേണിംഗ്, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗദർ.